ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോനാപ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം തുടർന്ന് വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ എന്ത് പറയുന്നു? വായിക്കാം. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും. ഞാൻ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും. അതിനെ യഥാസ്ഥാനപ്പെടുത്തിയാൽ, നീ എന്നെ നഷ്ടപ്പെട്ട പദവിയിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ, സ്തോത്രനാദത്തോടെ ഞാൻ നിനക്ക് യാഗമർപ്പിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. ഒരിക്കൽ ഞാൻ നേർന്നതാണ്, ഒരിക്കൽ സമർപ്പണം എടുത്തതാണ്, ഒരിക്കൽ നിന്നോട് വാക്ക് പറഞ്ഞതാണ്. ഇനി കോപിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്, ഇനി മദ്യപിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഭാര്യയെ ഉപദ്രവിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്, ആ സാധുവിനെ ഇനി മർദ്ദിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഒരു വാക്ക് കൊണ്ടുപോലുള്ള വേദനിപ്പിക്കാൻ ഇടവരികയില്ല എന്ന് പറഞ്ഞതാണ്. കർത്താവേ, എൻ്റെ ഭർത്താവിനെ ദുഃഖിപ്പിക്കാൻ ഒരിക്കലും എനിക്ക് വരികയില്ലെന്ന് പറഞ്ഞതാണ്. എൻ്റെ ഭർത്താവിൻ്റെ പ്രയാസത്തെ സഹതപിക്കുമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് ഞാൻ എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ തമ്മിലൊരു പരസ്പര ചേർച്ചയില്ലാതിരിക്കുകയാണ്. ഞാനാണ് ഉത്തരവാദി കർത്താവേ. ഞാൻ നേർന്നതായിരുന്നു, പക്ഷേ ഞാൻ നേർച്ചയെല്ലാം ലംഘിച്ചു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിന്നോട് ഞാൻ പറഞ്ഞ സമർപ്പണത്തിൽ ഞാൻ പുറകോട്ട് പോയിരിക്കുന്നു. കർത്താവേ, തെറ്റുപറ്റിപ്പോയിരിക്കുന്നു. യോനാപ്രവാചകന് കുറ്റബോധമുണ്ടായി, പാവബോധം. അത് നമുക്ക് വായിക്കാം. 1-ാം അധ്യായത്തിൽ കാണാം. 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കൂ. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് കളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു ഞാൻ അറിയുന്നുവെന്ന് കപ്പിത്താനോട് യോനാപ്രവാചകൻ പറഞ്ഞ വാക്യത്തിൽ അനേകം ആശയങ്ങളുണ്ട്. ഒന്ന്, യോനായ്ക്ക് കുറ്റബോധമുണ്ടായി. ഒരു കുറ്റബോധവുമില്ലാതെ മരവിച്ച മനസാക്ഷിയുമായി ദൈവത്തിൻ്റെ ആഗ്രഹത്തിനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ദൈവത്തിൻ്റെ ആജ്ഞയ്ക്കും വിരുദ്ധമായി പോയ പ്രവാചകന് ഇപ്പോൾ കുറ്റബോധമുണ്ടായി. ഫസ്റ്റ് സ്റ്റെപ്പ് കുറ്റബോധം, കൺവിക്ഷൻ. കുറ്റബോധമുണ്ടായി. അയ്യോ, തെറ്റുപറ്റിപ്പോയല്ലോ എന്ന് മനസ്സിലായി. ഞാനാണല്ലോ ഇതിന് ഉത്തരവാദി എന്ന് മനസ്സിലായി. കുറ്റബോധമുണ്ടായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വല്ല കുറ്റബോധം ഉണ്ടാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാകും, കൺവിക്ഷൻ ഉണ്ടാകും. പരിശുദ്ധാത്മാവാണ് കുറ്റബോധം തരുന്നത്. ഒരു മനുഷ്യൻ്റെ പ്രസംഗത്തിനും കുറ്റബോധം തരാൻ സാധിക്കുകയില്ല. എത്ര പണ്ഡിതനായ മനുഷ്യനും കുറ്റബോധം തരാൻ സാധിക്കുകയില്ല. കുറ്റബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. അരൂപിയായ ദൈവാത്മാവ് കുറ്റബോധം തരികയാണ്, കൺവിക്ഷൻ. ഞാനാണ് ഉത്തരവാദി ഈ നഷ്ടങ്ങൾക്കെല്ലാം. ഇത്രയേറെ ചരക്കുകളെല്ലാം കടലിലെറിഞ്ഞ് കളയാൻ ഞാനാണ് ഉത്തരവാദി. ഈ വലിയ കഷ്ടനഷ്ടങ്ങൾക്കെല്ലാം ഞാനാണ് ഉത്തരവാദി. ഈ കുടുംബത്തിൽ വന്നിരിക്കുന്ന കേടുകൾക്കെല്ലാം ഞാനാണ് ഉത്തരവാദി. എൻ്റെ ദൈവമേ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ, എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ വന്നതായ അനേകം പ്രശ്നങ്ങൾക്ക് ഞാനാണ് ഉത്തരവാദി. ഞാൻ നേർന്ന് കഴിക്കാത്ത ഒരു വലിയ വിഡ്ഢിയായിപ്പോയി. നേർന്ന് കഴിക്കാത്ത ഒരു അബദ്ധത്തിൽ കുടുങ്ങിയവനായിപ്പോയി. എൻ്റെ ദൈവമേ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. എൻ്റെ നിമിത്തം വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നത് ഞാൻ കാണുന്നു. എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളയുവീൻ. കുറ്റബോധം കിട്ടി. കുറ്റബോധം കിട്ടി മാത്രമല്ല, അതിനോടൊപ്പം തന്നെ തകർന്നു നുറുങ്ങിയമായ ഹൃദയം കിട്ടി. കോൺട്രൈറ്റ് സ്പിരിറ്റ്, കൺവിക്ഷൻ, കൺട്രീഷൻ. കൺട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തകർന്ന ഹൃദയം. കൺട്രീഷൻ, ഹൃദയം തകർന്നു. ആദ്യം കുറ്റബോധം കിട്ടിയപ്പോൾ ഹൃദയം തകർന്നു. നമുക്കൊരു കൺട്രീഷൻ വരണം. കൺട്രീഷൻ, നമുക്ക് ഒരു കുറ്റബോധം വന്നിട്ട് ഹൃദയം തകരണം. തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. തകർന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നു, 1973-80 കാലങ്ങളിലെല്ലാം അന്ന് വൽമൂർ പള്ളിയിൽ ഉപവാസയോഗം നടക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, അന്ന് അവിടെ വരുന്ന ആളുകളെല്ലാം പ്രസംഗം നടന്നതിന് മുമ്പേ കരയുകയായിരുന്നു. എന്താ കരയുന്നത്? ഞാനും കരയുന്നു, ജനവും കരയുന്നു. എന്തിനാണ് കരയുന്നത്? പ്രിയപ്പെട്ടവരെ, ഉള്ളുരുകുകയായിരുന്നു. ആത്മാവ് പ്രവർത്തിക്കുകയായിരുന്നു. കുറ്റബോധം വരികയായിരുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഏങ്ങലടിച്ച് കരയുകയായിരുന്നു. എന്തിന്? പാവത്തെ ഓർത്ത് കരയുന്നു. അമ്മയോട് നുണ പറഞ്ഞു പോയി, അധ്യാപകനോട് ഗുരുത്തക്കേട് കാണിച്ചു പോയി, അവർ പരിഹസിച്ചു പോയി. കരയുകയാണ്, പരസ്യമായി ഏറ്റുപറയുകയാണ്. അധ്യാപകരുടെ അടുക്കൽ ചെന്ന് മാപ്പി ചോദിക്കുകയാണ്. 1-ലും 2-ലും പഠിക്കുന്ന കുട്ടികളും മറ്റും അധ്യാപകരുടെ അടുക്കൽ ചെന്ന് മാപ്പി ചോദിക്കുന്നു. കോളേജ് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മാപ്പി ചോദിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. കുറ്റബോധം വന്നു, തകർന്നു തുടങ്ങിയ ഹൃദയം കിട്ടി. കൺവിക്ഷൻ വന്നു, കൺട്രീഷൻ വന്നു. കൺവിക്ഷൻ കുറ്റബോധം, കൺട്രീഷൻ തകർന്ന ഹൃദയം, തകർച്ച. ദൈവത്തിന് സ്തോത്രം. തകർച്ച കിട്ടുക അതൊരു ഭാഗ്യമാണ്. കണ്ണീരുണ്ടാകുക അതൊരു ഭാഗ്യമാണ്. പാവത്തോടത്ത് കരയാൻ സാധിക്കുക അതൊരു ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. ഒരു ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥനായോഗം നടക്കുകയായിരുന്നു. സന്ധ്യയ്ക്ക് സന്ധ്യാനമസ്കാരം കഴിഞ്ഞു. 1-2 പാട്ടൊക്കെ പാടി ഞാൻ വചനം പറയാൻ എഴുന്നേറ്റ് നിന്നു.
ജനം കൂട്ടക്കരച്ചിലായി. ഞാൻ അതിനും പറഞ്ഞില്ല, ജനം കൂട്ടക്കരച്ചിലായി. എനിക്ക് അനുഭവമായി. പ്രസംഗമല്ല അവരെ തകർത്തത്, കാരണം വചനം കേട്ടില്ല. അതിനു മുൻപ് അവർ കരച്ചിലായി, കൂട്ടക്കരച്ചിൽ. അന്ന് അവിടെ 14 പേര് ജീവിതം എന്നേക്കുമായി കർത്താവിന് സമർപ്പിച്ചു. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും കുറ്റബോധം ഉണ്ടാകണം. നിങ്ങളുടെ ഉള്ളിൽ തകരണം. കഴിഞ്ഞ കാലം എന്തായിരുന്നു? എന്ത് കോപിഷ്ഠനായിരുന്നു, എന്ത് ദുശ്ശാഠ്യക്കാരനായിരുന്നു, എന്ത് വാശിക്കാരനായിരുന്നു, എന്ത് നിർബന്ധ ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു. ഞാൻ ആരാണ്? ഞാൻ എന്താണ്? എന്തായിരുന്നു എൻ്റെ തനി സ്വഭാവം? പ്രകടമായ മദ്യപാനത്തിന് വൃത്തികേടിലേക്കൊന്നും പോയില്ല, ശരിയാണ്. പക്ഷേ ഞാൻ ആരാണ്? അശുദ്ധ ചിന്തകൾ നിറഞ്ഞ മനുഷ്യനായിരുന്നു, അഴുക്ക് വികാരങ്ങളുള്ള മനുഷ്യനായിരുന്നു. പെൺകുട്ടികൾക്ക് ചിന്തിക്കാം, ഞാൻ കോളേജിൽ ഒരു പ്രശ്നക്കാരിയല്ലായിരുന്നോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കോളേജിൽ ഞാൻ പ്രിൻസിപ്പലായിരുന്ന കാലത്ത് വിദ്യാർത്ഥി യൂണിയനിലെ KSUവിലെ കുറേ സ്റ്റുഡൻസ്, കോൺഗ്രസ് അനുഭാവികളായ കുട്ടികൾ എൻ്റെ പ്രിൻസിപ്പൽസ് റൂമിൻ്റെ മുമ്പിൽ വന്ന് അവർ ധർണയല്ല, ഖരാവോയാണോ അവരിരുന്നു. അവരെ പ്രേരിപ്പിച്ചിട്ട് ചില സാറന്മാരാണ്. അതിൽ ശമ്പളം എവിടെ പറയൂ പ്രിൻസിപ്പാൾ. ഇത് പ്രിൻസിപ്പാളിൻ്റെ കയ്യിലാണോ ശമ്പളം? സർക്കാരിൽ നിന്ന് കിട്ടുന്ന ശമ്പളം പ്രിൻസിപ്പാളിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒപ്പിടേണ്ട ആൾ ഡയറക്ടർ ലീവിലാണ്, അദ്ദേഹം വരട്ടെ, അദ്ദേഹം ഒപ്പിടട്ടെ. എനിക്കും ശമ്പളത്തിന് ആവശ്യമുണ്ട്, പക്ഷേ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആവശ്യമുണ്ട്. സാറുമാരും ബിൽഡിങ്ങിൽ ഇരിക്കുകയാണ്. ഞാൻ അന്ന് അവിടെ ആ ലേഡി സ്റ്റുഡൻസിന് നേതൃത്വം കൊടുത്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളിപ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ സജീവ പ്രവർത്തകയാണ്, സ്തോത്രം. അന്ന് വൈസ് ചെയർമാനായിരുന്ന ഒരു പെൺകുട്ടി, അവളിപ്പോൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പെൺകുട്ടി അന്ന് ഈ ഖരാവോ ചെയ്യുന്ന കൂട്ടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൾക്ക് പ്രത്യേകിച്ച് വാശിയും വൈരൊക്കെ ഒന്നും ഉണ്ടായിട്ടില്ല, പിള്ളേർക്കാർക്കും വാശി ഉണ്ടായിട്ടില്ല. സാറുമാർ പ്രേരിപ്പിച്ചു, ശമ്പളം എവിടെയെന്ന് പറയാൻ പറഞ്ഞു. പാവങ്ങൾ, വിവരമില്ലാത്ത കുട്ടികൾ ഇങ്ങനെയെല്ലാം എന്തെല്ലാം കാണിക്കുന്നു. കോള് തല്ലിപ്പൊളിക്കുന്നു. അത് ഞാൻ പ്രിൻസിപ്പലായിരുന്ന കാലത്ത് അതൊന്നും ഉണ്ടായില്ല. കോള് തല്ലിപ്പൊളിക്കുന്നു, ലാബറട്ടറി തല്ലിപ്പൊളിക്കുന്നു, എന്തെല്ലാം അക്രമങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, സുബോധമില്ലാത്തവരെ പോലെ വിദ്യാർത്ഥി വൃന്ദം നഷ്ടത്തിലേക്കും നാശത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർക്ക് സുബോധമില്ലാത്ത പോലെയാണ് പോകുന്നത്, സുബോധമില്ലാത്തതുപോലെ. ഇന്ന് റാഗിങ് എന്ന് പറയുന്ന ആ ഒരു ക്രൂര വിനോദം ഇന്ന് നമ്മുടെ കോളേജിലെ കലാശാലകളെല്ലാം ബാധിച്ചിരിക്കും. കലാശാലകളിലെല്ലാം റാഗിങ് എന്ന് പറയുന്ന ക്രൂര വിനോദം. കോളേജ് വലിയൊരു ബിൽഡിംഗ് അല്ലേ, തീപ്പെട്ടിക്കമ്പ് എടുത്തു കൊടുത്തു, നീ അളന്നിട്ട് വാ, അതെ ബിൽഡിംഗ് മുഴുവൻ ചുറ്റി അളന്നിട്ട് വാ. ഈ പാവം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് തീപ്പെട്ടിക്കൊല്ലം കൊണ്ട് വിളക്കുക. അവൻ തിരിച്ച് വന്നപ്പോഴവൻ പറഞ്ഞു, കുറേ നേരം കൊണ്ട് പാവം വളർന്നു കഴിഞ്ഞത്. കതിച്ചുകൊണ്ട് വന്നിട്ട് അവൻ പറഞ്ഞു, ഇത്ര അളവാണ് കിട്ടിയത്. അല്ല, അത് തെറ്റാ, നീ ഇത് ശരിയായിട്ട് അളന്നില്ല, ഒന്നുകൂടി അളന്നിട്ട് വാ. പാവം രാത്രി ചുറ്റി നടന്നിങ്ങനെ അളന്നിട്ട് വരുന്നു. ഈ ക്രൂര വിനോദം. പിന്നെ അവിടെ നീ വന്നല്ലേ, ഇത് ഇരിക്കുക, എവിടെയാണ് സീറ്റൊന്നുമില്ല, സീറ്റില്ലാതെ ഇരിക്കുക, അന്തരീക്ഷത്തിലിരിക്കുക. എന്തൊരു കഷ്ടപ്പാടാണ്. കുറേ നേരമായപ്പോഴും ഞെളിവിരി കൊണ്ടു, ഉടനെ പുറത്തേക്ക് ആ ഞടി. നീ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കുന്നില്ലല്ലേ. പ്രിയപ്പെട്ട സുബോധം കെട്ട വിദ്യാർത്ഥി വൃന്ദം, വിദ്യാർത്ഥികളാരും കേൾക്കുന്നുണ്ടോ? സുബോധമില്ലാതെ പോകുന്നു, പിശാചിൻ്റെ പിണിയാളുകളായിത്തീരുന്നു, സാത്താൻ്റെ കയറ സൂക്ഷിപ്പുകാരായിത്തീരുന്നു. നഷ്ടമാണ്. കൺട്രീഷൻ വരട്ടെ, കൺവിക്ഷൻ വന്നു, കുറ്റബോധം വന്നു, കൺട്രീഷൻ വന്നു, തകർച്ച വന്നു, തീർന്നില്ല. അവന് കൺവേർഷൻ വന്നു, മാനസാന്തരം വന്നു. എൻ്റെ നിമിത്തം ഈ വലിയ ഗോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നതെന്ന് ഞാൻ കാണുന്നു. കൺവേർഷൻ വന്നു, മാനസാന്തരം വന്നു. ഇന്ന് ഏതെല്ലാം തരത്തിൽ ജീവിതം പാഴാക്കിയവരാണെങ്കിലും നിങ്ങൾക്ക് മാനസാന്തരം വരട്ടെ, ചെയ്ത് തെറ്റിനോർത്തുള്ളതായി അനുതാപം വരട്ടെ. അയ്യോ തെറ്റുപറ്റിപ്പോയല്ലോ കർത്താവേ എന്നുള്ള നിലവിളി വരട്ടെ. എന്തെല്ലാമാണ് ഞാൻ കാട്ടിക്കൂട്ടിയത്, ഞാൻ എന്തെല്ലാമാണ് ചെയ്തു പോയെന്നുള്ളതായ അനുതാപം വരട്ടെ. കൺവേർഷൻ, മാനസാന്തരം വന്നു. ഇന്ന് മാനസാന്തരം എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് പലർക്കും രുചിക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് തേനിലും തേൻകട്ടയിലും മധുരമായ വാക്കാണ് മാനസാന്തരം. എന്നെ ഇന്നത്തെ ഈ സമാധാനത്തേക്ക് നയിച്ചത് മാനസാന്തരമാണ്. 17-ാമത്തെ വയസ്സിൽ കിട്ടിയ മാനസാന്തരമാണ് എന്നെ നടത്തിയത്, നയിച്ചത്, ഇന്നുവരെയും ഐശ്വര്യമായി കൊണ്ടുവന്നത്. മാനസാന്തരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാനസാന്തരപ്പെടുക. പടിഞ്ഞാറോട്ട് പോകുന്ന മനുഷ്യൻ നേരെ തിരിഞ്ഞ് കിഴക്കോട്ട് നടക്കുക. കുളതായ്മയിലേക്ക് പോകുന്ന മനുഷ്യൻ ഇനിയില്ല എന്ന് തീരുമാനിച്ച് സകല ദിനയോട് യാത്ര പറഞ്ഞ് തിരികെ വരിക. വഴക്കുണ്ടാകുന്ന മനുഷ്യൻ ഇനിയില്ല, ആയുസ്സിലില്ല എന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞിട്ട് തിരികെ വരിക. മാനസാന്തരം. യോഹന്നാൻ പ്രവാചകന് മാനസാന്തരം ഉണ്ടായി.
കൺവേർഷൻ ഉണ്ടായി. കൺവിക്ഷൻ, കൺട്രീഷൻ, കൺവേർഷൻ. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താണ് ഉണ്ടായത്? കൺഫെഷൻ. അതെന്താ? കൺഫെഷൻ, കുമ്പസാരം. അവിടെ ആരും അച്ഛന്മാരാരും ഉണ്ടായിരുന്നില്ല കുമ്പസാരിക്കാൻ. നമ്മുടെ മധുവായിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന അച്ഛന്മാരാരും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആരോടാ സംസാരിച്ച്? യോന പ്രവാചകൻ തന്നെത്താൻ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവേ എന്ന്. അയ്യോ എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞു. അവിടെ തന്നോട് ചോദിച്ച് സംസാരിച്ച ആ കപ്പിത്താനോടും പറഞ്ഞു, ഞാൻ അബദ്ധത്തിലായിപ്പോയി, ഞാൻ നിമിത്തമാണ് ഈ വലിയ കോൾ തട്ടിയിരിക്കുന്നത്. എൻ്റെ നിമിത്തം നിങ്ങൾക്ക് ഈ വലിയ കോൾ തട്ടിയിരിക്കുന്നത് ഞാൻ കാണുന്നു. ഈ പ്രവാചകന് മാനസാന്തരം ഉണ്ടായി, അതോടൊപ്പം കുമ്പസാരം ഉണ്ടായി, ഏറ്റുപറച്ചിലുണ്ടായി. കുമ്പസാരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിലുള്ളതായ പേരിലുള്ള കുമ്പസാരമല്ല. അതൊക്കെ ഇന്ന് എന്താ വലിയ ചില ചടങ്ങുകൾ. അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി അച്ഛൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ? വാക്ക് പറയില്ല. പിന്നെ ചോദിച്ചു, അല്ല ഒന്നും പറയാനില്ലേ? അച്ഛനോട് തലയെ കഴിച്ചു, പ്രാർത്ഥിച്ചു, എഴുതിട്ട് പോയി. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാമല്ലേ ഈ ഇന്ന് നടക്കുന്ന കുമ്പസാരങ്ങൾ. ഞാൻ പരിഹാസത്തിൽ പറഞ്ഞതല്ല കേട്ടോ. അനേകം കുമ്പസാരങ്ങളും കള്ളക്കുമ്പസാരങ്ങളാണ്. പാവങ്ങളൊന്നും പറയില്ല. ദൈവത്തിന് സ്തോത്രം. പാപങ്ങളൊന്നും കൃത്യമായി പറയുകയില്ല, അതിൽ വേദനയില്ല. ദൈവസന്നിധിയിൽ നിന്ന് കൺട്രീഷൻ കിട്ടിയിട്ട്, ദൈവസന്നിധിയിൽ നിന്ന് കൺവേർഷൻ കിട്ടിയിട്ട്, ദൈവസന്നിധിയിൽ നിന്ന് ഒരു വാസ്തവമായ മാനസാന്തരം കിട്ടിയിട്ട്, കൺവേർഷൻ കിട്ടിയിട്ട് വേണം കുമ്പസാരിക്കാൻ. എന്നിട്ടാണ് പാവം ഏറ്റു പറയേണ്ടത്. ഇതൊന്നും ഇല്ലാതെ ഒന്ന് ചുമ്മാ എന്തോ പാവം ഒന്ന് ഏറ്റു പറയാതെ ചെന്ന് അച്ഛൻ തലയെ കഴിച്ച് പ്രാർത്ഥിച്ചു, പാവമെല്ലാം മോഹിച്ചു, പാവങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പോയിരുന്നു. പാവം അവിടെ തന്നെയുണ്ട്. കള്ളക്കുമ്പസാരം നടത്തി എന്നുള്ള വേറൊരു പാവം കൂടി വരും. ഒരു പാവം കൂടി അല്ലേ? ഇന്നത്തെ കുമ്പസാരങ്ങളൊക്കെ അങ്ങനെയല്ലേ? ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെയെല്ലാമുള്ള ചില സത്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ചിലർക്ക് എന്നോട് ഇഷ്ടക്കുറവ്. യോഹന്നാൻ സാർ സഭയ്ക്കെതിരാണെന്നൊക്കെ പറയുന്നത്. സഭയ്ക്കെതിരൊന്നുമല്ല, സഭയുടെ പിതാക്കന്മാർ പറഞ്ഞതാണ് ഇത് പറയുന്നത്. വേദപുസ്തകം എന്ത് പറയുന്നു? തൻ ലംഘനങ്ങളെ മറയ്ക്കുന്നതിന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനോ കരുണ ലഭിക്കും. മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റു പറയുക, എന്നോട് നീ മറച്ചു വയ്ക്കരുത്. എല്ലാം കൃത്യമായി ആകാൻ പറഞ്ഞു. അതെന്ത് വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. കൃത്യമായി പാവയേറ്റ് പറയണം, വേദനയോടെ പാവയേറ്റ് പറയണം. ഇനിമേൽ അത് ഉണ്ടാവുകയില്ല എന്നുള്ള തീരുമാനത്തോടെ പാവയേറ്റ് പറയണം. ലംഘനങ്ങൾ മറയ്ക്കുന്നതിന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഉപേക്ഷിക്കണം. ഇനി അത് ആവർത്തിക്കരുത്. ഞാൻ കോപിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആവർത്തിക്കരുത്. പാവയേറ്റ് പറഞ്ഞാൽ പിന്നീട് ആ പാവം ആവർത്തിക്കരുത്. കൺട്രീഷൻ കിട്ടി, മാത്രമല്ല കൺവേർഷൻ കിട്ടി. ദൈവത്തിന് സ്തോത്രം. പ്രവാചകന് ഈ കുറ്റബോധം കിട്ടി, ഒപ്പം തകർന്ന ഹൃദയം കിട്ടി. മാത്രമല്ല പ്രവാചകൻ ഇതെല്ലാം മാനസാന്തരത്തെ ഉദ്ദേശിച്ചുകൊണ്ട്, കൺവേർഷനെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവാചകൻ എല്ലാം തുറന്നു പറയുകയാണ്. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നതെന്ന് ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകന് ഈ ചില അനുഭവങ്ങൾ ലഭിച്ചപ്പോൾ പ്രവാചകൻ ഏറ്റുപറഞ്ഞ് സത്യമായും പാവത്തെ ഓർത്ത് അനുദപിച്ച് ഇനിമേൽ ആവർത്തിക്കുകയില്ല തീരുമാനിച്ച് അനുതാപം കിട്ടിയപ്പോൾ, അപ്പോഴിതാ ദൈവം നിയോഗിച്ച മീൻ കടലിൻ്റെ അടിയിൽ വന്ന് നിന്ന് കഴിഞ്ഞു. മീൻ, മഹാമത്സ്യം കടലിൻ്റെ അടിയിൽ, ആ മത്സ്യം വായു പിളർന്ന് നിൽക്കുന്നു. പ്രവാചകൻ വെള്ളത്തിലേക്ക് വരും. ആ വെള്ളത്തിൽ വീഴുന്ന പ്രവാചകനെ വിഴുങ്ങാനായി മത്സ്യം വായു പൊളിച്ചുകൊണ്ട് നിൽക്കുന്നു. കപ്പൽ നീങ്ങുന്നു, മത്സ്യവും നീങ്ങുന്നു. കപ്പൽ പടിഞ്ഞാറോട്ട് പോകുന്നു, മത്സ്യവും പടിഞ്ഞാറോട്ട് പോകുന്നു. അങ്ങനെ കപ്പൽ നീങ്ങി അത് ജിബ്രാൾട്ടർ കടലിടുക്ക് കടന്ന്, മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്കുള്ള ജിബ്രാൾട്ടർ കടലിടുക്ക് കടന്ന് കപ്പലും ഒപ്പം മഹാമത്സ്യവും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് കിടക്കുന്നു. ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരം പറ്റി, ഓരം ചുറ്റി പടിഞ്ഞാറേ തീരം പറ്റി ആ മത്സ്യം അങ്ങ് തെക്കോട്ട് പായുന്നു. തെക്ക് ഗുഡൂപ്പ് മുൻപ് ചുറ്റി ആഫ്രിക്കയുടെ തെക്കേറ്റം ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടി നേരെ വടക്കോട്ട് ആഫ്രിക്കയുടെ കിഴക്കേ തീരം പറ്റി മത്സ്യം മുന്നോട്ട് ഓടുന്നു. പ്രിയപ്പെട്ടവരെ, എന്തൊരു അത്ഭുതം! 3 ദിവസം കൊണ്ട് ഈ മത്സ്യം 5000 മൈൽ സഞ്ചരിച്ചു. എന്തൊരു അത്ഭുതം! ആരാ? ഈ കടാചരക്കം ചുമന്നുകൊണ്ട്. കാരണം മത്സ്യത്തിൻ്റെ വയറ്റിൽ കടാചരക്ക് ചെന്നപ്പോൾ ആ മത്സ്യത്തിന് സ്വസ്ഥതയില്ലാതായി. അത് വിരളി കൊണ്ട് ഓടുകയാണ്. പക്ഷേ ദൈവം നിശ്ചയിച്ച വഴിയിൽ കൂടിയാണ് ഓടിയത്. മത്സ്യത്തിന് സ്വസ്ഥതയില്ലാതായി. ദൈവവൈദ്യരെ, നീ കേൾക്കൂ. നീ എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കും. നീ ഒരു വീട്ടിൽ ചെന്നാൽ പ്രശ്നം ഉണ്ടാക്കും. നീ വിവാഹം കഴിച്ച വീട്ടിൽ ചെന്നാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും. നീ ഒരു കല്യാണ സദ്യയിൽ ചെന്നാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും. നീ പള്ളിയിൽ ചെന്നാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും.
സ്നേഹിത, നല്ലതല്ല. ഈ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ നിലവിളിക്കുന്നുണ്ട്. പക്ഷേ ആ മത്സ്യത്തിന് സ്വസ്ഥതയില്ല. അത് ഒരു പ്രവാചകനെ കടാച്ചരക്കല്ല കിട്ടിയിരിക്കുന്നത്, വേണ്ടാതിനെ പെടുന്നതിനല്ല കിട്ടിയിരിക്കുന്നത്. അവനെയും വഹിച്ചുകൊണ്ട് പോയപ്പോൾ മത്സ്യത്തിന് സ്വസ്ഥയില്ലാതെ പരക്കം പായുകയാണ്. പക്ഷേ ദൈവം നിയോഗിച്ച വഴിയിൽ കൂടിയാണ് മത്സ്യം പായുന്നത്. 5000 മൈൽ സഞ്ചരിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് നേരെ ചെങ്കടലിലേക്ക് കടന്നു. റെഡ് സീ ചെങ്കടലിലേക്ക് കടന്നു. ചെങ്കടലിൻ്റെ അരികത്ത് ചെന്ന് അവിടെ നിനവേയുടെ തീരത്ത് യോനയെ മത്സ്യം ഛർദ്ദിച്ചു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ദൈവത്തിൻ്റെ വഴി നോക്കണം. എല്ലാം കണ്ടുകൊണ്ട് നിത്യസ്നേഹമായ ക്രിസ്തു നിൽക്കുകയായിരുന്നു. എല്ലാം കണ്ടുകൊണ്ട് ഈ മത്സ്യത്തിൻ്റെ വരക്കം പാച്ചിലും കപ്പലിൻ്റെ കേടുകളും കടലിൻ്റെ ക്ഷോഭവും എല്ലാം കണ്ടുകൊണ്ട് നിത്യനായ ദൈവം നോക്കി നിൽക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശമേ ഉള്ളൂ, മോനെ നിന്നെ യഥാസ്ഥാനപ്പെടുത്തണം. നിനക്ക് നഷ്ടപ്പെട്ടു പോയ സ്ഥലത്തേക്ക് നിന്നെ തിരികെ കൊണ്ടുവരണം. നഷ്ടപ്പെട്ടു പോയ പദവികൾ നിനക്ക് തരണം. നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷ നിനക്ക് തിരികെ തരണം. നഷ്ടപ്പെട്ടു പോയ സമാധാനം നിനക്ക് തിരികെ തരണം. നഷ്ടപ്പെട്ടു പോയ സമർപ്പണത്തിലേക്ക് നിന്നെ തിരികെ കൊണ്ടുവരണം. ദൈവത്തിന് മാത്രമേ ഉള്ളൂ. കാരണം നിൻ്റെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നമുക്ക് സ്വസ്ഥത വേണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഈ അനുസരണം കേട്ടിനെ നാം പുറത്തെറിഞ്ഞു കളയണം. അകത്ത് ഞാൻ ആ വാക്ക് പിന്നെയും പറയട്ടെ, കടാച്ചരക്കുണ്ട്. ഇതുവരെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപങ്ങളുണ്ട്. ഇതുവരെയും വിട്ടുകളയാത്ത ചില പാപങ്ങളുണ്ട്. ഈ പാപങ്ങൾ ഉള്ളിൽ നിന്ന് എറിഞ്ഞു കളയാതെ കുഞ്ഞേ നിൻ്റെ വീട്ടിൽ സ്വസ്ഥത കിട്ടുകയില്ല. മോളെ നിനക്ക് കുടുംബത്തിൽ സമാധാനം കിട്ടുകയില്ല. നിൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മറ്റാരോടും പറയണ്ട, ആരും കേൾക്കണ്ട. നീ രഹസ്യത്തിൽ നിത്യനായ ദൈവത്തോട് പറഞ്ഞുകൊണ്ട് ഇനിമേലത് വരികയില്ല ദൈവത്തോട് വാക്ക് പറഞ്ഞുകൊണ്ട് നീ ഏറ്റു പറയുമ്പോൾ നിനക്ക് സമാധാനം കിട്ടും. ഈ കപ്പലിൻ്റെ കേടുമാറും, ഈ മത്സ്യത്തിൻ്റെ കേടുമാറും, എല്ലാം ശരിയാകും. കെടാച്ചരക്ക് ഉള്ളിലുണ്ട്, എറിഞ്ഞു കളയുക. മറഞ്ഞിരിക്കുന്ന പാപം എറിഞ്ഞു കളയുക. 19-ാം സങ്കീർത്തനം ഒടുവിലത്തെ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നുള്ള വാക്യം വായിക്കാം. സ്വമേധ പാപങ്ങളെ അകറ്റിയടിയനെ കാക്കേണമേ. സ്വമേധ പാപങ്ങളെ അകറ്റിയടിയനെ കാക്കേണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ഇത്രയും കാലം എൻ്റെ വായിലെ വാക്കുകൾ നിനക്ക് പ്രസാദമായിരുന്നില്ല. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികളൊന്നും നിനക്ക് പ്രസാദമായിരുന്നില്ല. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണം. മറഞ്ഞിരിക്കുന്ന തെറ്റുകളുണ്ട്, ഇതെല്ലാം ഒന്ന് ക്ഷമിച്ചു തരണമേ. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധാഭാവങ്ങളെ അകറ്റിയടിയെ കാക്കണമേ. എൻ്റെ മേൽ വാഴരുതേ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം ഏറ്റുപറയുക. ആരോടും ആലോചന ചോദിക്കണ്ട. ഭർത്താവിനോട് പറയണ്ട, ഭാര്യയോട് പറയണ്ട, അമ്മയോട് പറയണ്ട, അപ്പനോട് പറയണ്ട, മക്കളോടും പറയണ്ട. ഞാൻ പറയാം, നിങ്ങൾ തകർന്ന ഹൃദയത്തോടെ കൺട്രീഷൻ, നിങ്ങൾ നുറുങ്ങിയ മനസ്സോടെ, നിങ്ങൾ മേൽ പാവം ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ നിങ്ങളുടെ ഹൃദയത്തിൽ സമർപ്പണം എടുത്തുകൊണ്ട് നിങ്ങൾ കൺവേർഷൻ പ്രാപിക്കുക. നിങ്ങൾ കൺഫെഷൻ ചെയ്യുക, പാവേറ്റ് പറയുക. നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. യോനാ പ്രവാചകൻ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന അതാണ് 2-ാം അധ്യായം മുഴുവൻ. 2-ാം അധ്യായം വായിച്ചേ. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. നിന്റെ ദൃഷ്ടിയിലേക്ക് നീക്കം വന്നിരിക്കുന്നെങ്കിൽ ഞാൻ ഉയരത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു. ആഴി എന്നെ ചുറ്റി. ആഴി എന്നെ ചുറ്റി. കടൽപ്പുല്ല് എൻ്റെ തലപ്പാവായിരുന്നു. കടൽപ്പുല്ല് എനിക്ക് തലപ്പാവായിരിക്കുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി. പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി. ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ എന്നേക്കുമായി അടച്ചു വെച്ച് കഴിഞ്ഞിരിക്കുന്നു. നീയോ എൻ്റെ ദൈവമായ യഹോവേ,
എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. കർത്താവേ, നീ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റുവാൻ കഴിവുള്ളവനാണല്ലോ. ഇപ്പോൾ ഞാൻ വിശ്വസിക്കട്ടെ, നീ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ എൻ്റെ പ്രാണൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. യഹോവയെ ഞാൻ ഓർക്കുന്നു, എൻ്റെ പ്രാർത്ഥന അപ്പോൾ തിരുസന്നിധിയിൽ എത്തുന്നു. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും. എൻ്റെ കർത്താവ്, മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല, മിഥ്യാബിംബങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവരെ പോലെയല്ല, സത്യമായും ജീവനുള്ള ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. ഒരു കാര്യം ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ ഒരിക്കൽ സമർപ്പിച്ചത് ഇനിയും വ്യക്തമായി ഞാൻ തീരുമാനമെടുക്കുന്നു. ഇനി അത് ഞാൻ വ്യക്തമായി നടത്തുമെന്ന് ഞാൻ ദൈവത്തോട് വാക്ക് പറയുന്നു. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. ഞാൻ ഒരിക്കൽ നേർന്ന നേർച്ചയിലേക്ക്, ഒരിക്കൽ ചെയ്തതായ സമർപ്പണത്തിലേക്ക് ഞാൻ തിരികെ വരുന്നു. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. സ്തോത്രം. യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. ഭാഗ്യം, കരയെത്തി. എത്തുമെന്ന് പ്രതീക്ഷിച്ചതല്ല, കരകയറുമെന്ന് പ്രതീക്ഷിച്ചതല്ല, മോചനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല, തീർന്നു എന്നാണ് വിചാരിച്ചത്. ഇത് അവസാനത്തെ മിനിറ്റുകളും വിനാഴികളുമാണെന്നാണ് വിചാരിച്ചത്. തീർന്നു പോയില്ല. അനുദപിച്ച് പ്രാർത്ഥിച്ചാൽ തീർന്നു പോകാതെ രക്ഷിക്കും. അനുദപിച്ച് പ്രാർത്ഥിച്ചാൽ കൺവിക്ഷൻ, കൺട്രീഷൻ, കൺവേർഷൻ, മാത്രമല്ല കൺഫെഷൻ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് സ്തോത്രം. ദൈവം കേൾക്കും, ദൈവം പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. എത്രയധികം അനുഭവങ്ങളാണ് നമുക്കുള്ളത്. നിങ്ങൾക്ക് അനുഭവങ്ങളുണ്ടോ? ഉള്ളുരുകി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? ദൈവത്തോട് അഭയാചന ചെയ്യുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്നുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? പൊഴിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥന കേട്ടു എന്നുള്ള അനുഭവങ്ങൾ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ തുടങ്ങൂ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന തുടങ്ങൂ. കുറ്റബോധത്തോടെ, അനുതാപത്തോടെ, ഹൃദയ തകർച്ചയോടെ, മാനസാന്തരപ്പെട്ടുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറയുക. എന്നേക്കുമായി പാവങ്ങളോട് യാത്ര പറയുക, ഉപേക്ഷിക്കുക. ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുക. വീണിടക്കുന്നിടത്തും ദൈവം ഉദ്ധരിക്കും. ആഴിയുടെ ആഴങ്ങളിലും ദൈവം ഉദ്ധരിച്ച് ഉയർത്തി പ്രവാചകനെ കരയിലെത്തിച്ചു, എത്തേണ്ടടുത്ത് എത്തിച്ചു. സ്തോത്രം. നല്ലൊരു കാഴ്ചയാണത്. എത്തേണ്ടടുത്ത് എത്തിക്കും. എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിക്കും കർത്താവ്. പേടിക്കേണ്ട ആരും. തീർച്ചയായിട്ടും കർത്താവ് എത്തിക്കും. വേണം സമർപ്പണം പുതുക്കണം. ഇന്ന് സമർപ്പണത്തിൻ്റെ പുതുക്കമാകുന്ന ദിവസമാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സമർപ്പണം എടുക്കുന്ന ദിവസമാകട്ടെ. ക്രിസ്തുവിൻ്റെ ഇറങ്ങിലേക്ക് നിങ്ങളെ കൊടുക്കുന്ന ദിവസമാകട്ടെ. അവൻ നിങ്ങളുടെ ഓരോരുത്തരുടെ മുമ്പിൽ ഇപ്പോൾ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ കർത്താവ് കരം നീട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ല, പക്ഷേ ആ തൃക്കരങ്ങളിൽ ആണിപ്പാടുണ്ട്. തിരക്തം ചനച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം ധന്യമാകും. നിങ്ങളുടെ ജീവിതം പ്രസാദപൂർണ്ണമാകും. നിങ്ങളുടെ മുഖത്തിൻ്റെ അനുഭാവങ്ങൾ മാറും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ഷീണങ്ങൾ മാറും. നിങ്ങൾക്ക് ധൈര്യം ലഭിക്കും. നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ആ കരത്തിലെ രക്തം നിങ്ങളുടെ പാവങ്ങൾ കഴുകിത്തരും. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപമോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. എല്ലാം ക്ഷമിക്കും. യോന പ്രവാചകന്റെ കർത്താവ് എല്ലാം ക്ഷമിച്ചു കൊടുത്തു. യോന പ്രവാചകന് കിട്ടിയ അനുഭവം എന്താണ്? 3-ാം വാക്യം. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനായ്ക്ക് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്ക. 2-ാം പ്രാവശ്യം അരുളപ്പാടുണ്ടായി. 1-ാമത് കിട്ടിയ അരുളപ്പാട് തെറ്റിപ്പോയി, നടന്നില്ല. 2-ാം പ്രാവശ്യം അരുളപ്പാടുണ്ടായി. സ്തോത്രം. എന്തൊരു ഭാഗ്യം. 2-ാം പ്രാവശ്യം അരുളപ്പാടുണ്ടായി. ഒരു സെക്കൻഡ് ചാൻസ് തരികയാണ്. നിങ്ങൾക്കും അതെ പ്രിയപ്പെട്ടവരെ, എനിക്കും അതെ. സ്തോത്രം. എനിക്കൊരാഗ്രഹം മാത്രം. എൻ്റെ സഹോദരങ്ങളായ അനേകം ദൈവമക്കൾ, നിങ്ങളെപ്പോലെ അനേകർ നാനാദേശങ്ങളിൽ നിന്ന് വചനം കേൾക്കുന്നവരുണ്ട്. അവർ കർത്താവിൻ്റെ 2-ാമത്തെ വരയിൽ പറന്നു ഉയരണം. അവർ യേശു വീണ്ടും വരുമ്പോൾ അവിടെ കാണപ്പെടണം. യേശു വീണ്ടും വരുമ്പോൾ പറന്ന് ചിറകടിച്ച് പറക്കുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഞാനും വേണം. നമ്മളെല്ലാവരും ചെല്ലണം. ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കൂട്ടായ്മ നടത്തി പണം ഉണ്ടാക്കുന്ന പരിപാടിയില്ല, പൈസ സമ്പാദിക്കുന്ന പരിപാടിയില്ല. നിങ്ങൾ വേണമെങ്കിലും വിശ്വസിച്ചുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആരോടെങ്കിലും, നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകളുണ്ടല്ലോ, ആരോടെങ്കിലും എന്തെങ്കിലും കൂട്ടായ്മയ്ക്ക് ഇത്തിരി പൈസ തരണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി പൈസ തരണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? നെവർ ഒരിക്കലും ഇല്ല.
ചോദിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? ഞാൻ യേശുവിൻ്റെ അടിമയാണ്, യേശുവിൻ്റെ ദാസനാണ്, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്, ഞാൻ യേശുവിൻ്റെ സ്വത്താണ്, യേശു എൻ്റെ സ്വത്താണ്, യേശു എൻ്റെ മുഴുവനുമാണ്, യേശു എൻ്റെ അഭിമാനമാണ്, യേശു എൻ്റെ അവകാശിയാണ്, ഞാൻ യേശുവിൻ്റെ അവകാശിയാണ്. ഞാൻ യേശുവിനായി സമർപ്പിച്ചു. 17-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ആ സ്നേഹബന്ധം ഒന്നിനൊന്നിന് ശക്തിപ്പെട്ട് ആ സ്നേഹബന്ധത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിർത്തുന്നതും കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ ഓരോരുത്തരും ഇന്ന് കേൾക്കുന്ന വചനം ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾക്ക് 2ാം പ്രാവശ്യം അരുളപ്പാട് വേണമോ? സെക്കൻഡ് ചാൻസ് വേണമോ? സെക്കൻഡ് ചാൻസ് കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ തലകളെ നിങ്ങൾ വണക്കുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തലകളെ വണക്കി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത്, നിങ്ങൾ വിനയപൂർവ്വം കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കരം വന്ന് നിങ്ങളുടെ തലമേൽ വയ്ക്കും. ഒന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. ഒരേ ഒരു കാര്യം മാത്രം: യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ കർത്താവേ, നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരക്തത്താൽ എൻ്റെ പാവക്കറകളെല്ലാം മായിക്കണമേ. ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാ പാവവും മറയ്ക്കുന്ന ദൈവകൃപ ഇപ്പോൾ എന്നെ പൊതിയണമേ. എൻ്റെ കർത്താവേ, നീ 2ാമത് വരുമ്പോൾ മഹാഭാവിയായ എന്നെയും ഓർത്തുകൊള്ളണമേ. കൊള്ളക്കാരനും കൊലപാതകിയും കവർച്ചക്കാരനുമായ ആ വലതുഭാഗത്തെ കള്ളനെ നീ സ്വീകരിച്ചതുപോലെ നാഥാ എന്നെയും നീ സ്വീകരിക്കണമേ. ഒരു നാൾ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നിൻ്റെ മുഖശോഭ കണ്ടുകൊണ്ട് യോർദാൻ്റെ അക്കരെ നിന്നെ കണ്ടുകൊണ്ട് ഞാൻ ഈ യോർദാൻ നദി, മരണനദി നീന്തി കടന്നങ്ങോട്ട് വരുമ്പോൾ നിൻ്റെ പാദമൊത്താൻ എനിക്ക് ഭാഗ്യം തരണമേ. എൻ്റെ കർത്താവേ, അന്ന് നല്ലൊരു വിശ്വസ്തനുമായ ദാസനെ എന്ന് നീ പറയുന്ന വിളി കേൾക്കാൻ എനിക്ക് ഭാഗ്യം നൽകണമേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ? ഇതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഓരോരുത്തർ ഒന്നുകൂടി ചിന്തിക്കൂ. നിങ്ങൾ തീരുമാനമുണ്ടോ? എങ്കിൽ ഇനിമേൽ പാവത്തിലേക്കില്ല, പഴയ ജീവിതത്തിലേക്ക് ഇല്ലാതെ തീരുമാനമുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾ കർത്താവിനോട് പറയൂ, ഞാൻ പറഞ്ഞു തരാം. യേശുവേ, യേശുവേ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. എൻ്റെ യേശുവേ, ഇന്നു മുതൽ നിനക്കായി ജീവിക്കും. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ ആ ഭാഗ്യം എനിക്ക് നൽകണം. ഞാനിതാ എന്നെയും എനിക്കുള്ളതിനെയും ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ ഏറ്റു പറഞ്ഞവര് ഇപ്പോൾ ഇരുകരം ഉയർത്തിപ്പിടിക്കുക. ഏറ്റു പറഞ്ഞവരും ഹൃദയത്തിൽ വിശ്വാസമുള്ളവരും മാത്രം കാര്യം ഉയർത്തിയാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ നിസ്തുല സ്നേഹത്തിനായി സ്തോത്രം, ദിവ്യ കാരുണ്യത്തിനായി സ്തോത്രം, ഞങ്ങളെ അവിടുത്തെ തൃക്കരം വെച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം, അപ്പോൾ ഈ തീരുമാനമെടുത്തവരുടെ മേൽ തൃക്കരം വെച്ചതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, ഇന്ന് അനേകരുടെ പേര് ജീവന പുസ്തകത്തിൽ എഴുതി ചേർത്തതിനായി സ്തോത്രം. വിശുദ്ധ സ്തുതികൾ അനേകർക്ക് പകർന്നു തന്നതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, നാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.